എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം കണ്ടല്ലോ. അപ്പോൾ അപവാദം പറഞ്ഞുണ്ടാക്കുന്നവർ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, മാങ്ങയുള്ള മാവിലെ കല്ലെറിയുന്നുള്ള ടിപ്പിക്കൽ ആ ഡയലോഗ് തന്നെയാണ്. അത്രേ ഉള്ളൂ അതിനെ പറ്റിയിട്ട്. പിന്നെ ഈ അപവാദത്തെ പറ്റിയിട്ട് എനിക്ക് പറയുമ്പോൾ വെച്ചാൽ 2-3 വർഷമായിട്ട് അപവാദങ്ങൾക്ക് ആരും വലിയ വാല്യൂ കൊടുക്കാറില്ല. കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം ന്യൂ ജനറേഷൻ കുട്ടികൾ തന്നെയാണ്. അവരാണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്തതെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ യാതൊരു രീതിയിൽ ഈ അപവാദത്തിനൊന്നും പ്രാധാന്യമില്ല. കാരണം പണ്ട് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ വലുതാണെന്ന് വിചാരിച്ചു തോന്നും, ഇപ്പോൾ വലുതല്ല. ഇപ്പോൾ വലുതാണെന്ന് വിചാരിക്കുന്നത് കുറച്ച് ആൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും അല്ലാതായി തീരുന്ന കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ പേരിൽ നമ്മളൊന്നിനും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മീൻസ് ഈ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പറഞ്ഞുണ്ടാക്കുന്നവരുടെ പലരുടെയും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഇരുന്നൊന്ന് ചിന്തിച്ചപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ ചെറുപ്പത്തിലെ മുതൽ തന്നെ ഫ്രസ്ട്രേഷൻ നിറഞ്ഞൊരു ഫാമിലി ലൈഫിൽ നിന്ന് വന്നവരാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് മുന്നോട്ട് പോകുമ്പോഴും അവർക്ക് മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരെ കാണുമ്പോഴും അല്ലെങ്കിലും നമ്മളെക്കാൾ കൂടുതൽ ഇതായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോഴും എങ്ങനെയെങ്കിലും അവരെന്തെങ്കിലും പറഞ്ഞിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ ഒന്നും അല്ലാതാക്കണം എന്നുള്ളൊരു തോന്നൽ വരും. പക്ഷേ ഈ പറയുന്ന ആൾക്കാർ അതിൽ വലിയ ഫ്രോഡുകളായിരിക്കും, അതിൽ വലിയ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാവും. നമ്മളെ പറ്റിയിട്ട് ഇല്ലാത്തത് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ കാര്യത്തിനേക്കാൾ വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നടക്കുന്ന ആൾക്കാരായിരിക്കും ഈ പറയണത്. അപ്പം നമ്മളായ ഒരു വിലയിൽ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പണ്ടൊക്കെ എനിക്കിത് എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ പറയുന്നേക്കും എനിക്ക് വിഷമവും എന്നെ പറ്റിയാണല്ലോ ഈ ആവശ്യമില്ലാത്ത പറയണമെന്ന് ചിന്തിച്ചിരുന്നു. പിന്നെ എനിക്ക് അത് മാറി സഹതാപമായി അവരോട്. കാരണം അവർക്ക് അത്രയ്ക്കുള്ള കഴിവുള്ളൂ, അതിനുള്ള ശേഷി അവർക്കുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിന്നിട്ട് നമ്മൾ മാറി നിൽക്കുക. ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും നമ്മളെ പറ്റിയിട്ട് അനാവശ്യമായിട്ട് സംസാരിക്കുക, അനാവശ്യമായിട്ട് പറയുക ചെയ്യുന്ന സാഹചര്യങ്ങൾ നമുക്ക് മാറുക. കാരണം നമുക്ക് അവരുടെ കൂടെ കൂടിയിട്ട് യാതൊരുവിധ കാര്യമില്ല. ഫുൾ ഓഫ് നെഗറ്റീവായിരിക്കും ഈ പറയുന്ന ആൾക്കാർ. അവരുടെ ബോഡിയിൽ നിന്ന് വരുന്ന എനർജി പോലും നമ്മളുടെ എന്താ പറയുക, നമുക്കത് നല്ലതല്ല അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരായിട്ട് നമ്മൾ കൂട്ടുകൂടാതിരിക്കുക. നമ്മൾ അവരുടെ പ്രസൻസിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. അതുകൊണ്ട് നമുക്ക് ഗുണം ചെയ്യും, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ഗുണം ചെയ്യും. നമുക്കറിയാവുന്നവരാണെങ്കിൽ, അറിയാത്തവരാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അറിയാത്ത ആൾക്കാർ ഇപ്പോൾ നമ്മളെ പറ്റിയിട്ട് വല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളറിയോ? ഇല്ല. അറിയുന്ന ആൾക്കാർ നമ്മളെ പറ്റിയിട്ട് വല്ലതൊക്കെ പറയുക അല്ലെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുക ചെയ്യണമെങ്കിൽ അവരിൽ നിന്നിട്ട് നമ്മൾ മാറി നിൽക്കുക. എന്നിട്ട് അവർ നേടാവുന്നത് നമ്മൾ മാറി നിന്നിട്ട് അവർ നേടാവുന്നത് അവർ നേടിക്കോട്ടെ, അതൊക്കെ ഇത്രേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ വിചാരിക്കുക. പിന്നെ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിയിലുള്ള സക്സസ്, നമ്മുടെ കുടുംബത്തിൻ്റെ സക്സസ്, നമ്മുടെ മക്കളുടെ സക്സസ്, അതാണ് ഏറ്റവും വലുത്. ഒരിക്കലും നമ്മളെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അതിന് ചെവി കൊടുക്കാതിരിക്കുക. തീരെ ചെവി കൊടുക്കാതിരിക്കുക എന്നല്ല, അവർ പറയണത് എന്താണെന്ന് ചിന്തിക്കുക, ഒരു ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യാത്ത കാര്യത്തെ പറ്റിയിട്ടാണ് അവർ പറയുന്നതെങ്കിൽ അത് മനസ്സിലാവും. ഇതിപ്പോൾ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞതിനെ വളച്ചൊടിച്ച് പറയുന്നവരുണ്ട്. അതാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കുക, അവരുടെ ജീവിതത്തിലെ ഫ്രസ്ട്രേഷനുകൾ, ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരുടെ പേരിൽ തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമം. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എപ്പോഴും ഇങ്ങനെ ഒരാളെ പറ്റിയിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അയാൾ ഒരുപാട് കഴിവുകളും ഗുണങ്ങളും ഉള്ള വ്യക്തിയായിരിക്കും. ആ വ്യക്തിനെ പറ്റി മാത്രമായിരിക്കും കൂടുതലും ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു 13 വയസ്സ് തുടങ്ങി കലാരംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. പ്രൊഫഷണൽ കാഥികയായിരുന്നു ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ. ഇപ്പോഴും ഞാനതിൽ പ്രൗഡാണ്. ഇപ്പോഴും ഞാനൊരു കാഥിക എന്ന് പറയുന്നത് തന്നെയാണ് എൻ്റെ സന്തോഷം. എൻ്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളൊരു കാര്യമാണത്. അത് എന്നെ അങ്ങനെ ഇപ്പം ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മളങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാക്കാനും അല്ലെങ്കിൽ ഇന്നതാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് തരാൻ
വരാനും എന്നെ കഥാപ്രസംഗം പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥൻ സുധർമ്മൻ കരിമ്പാടെന്ന് പറയും. അദ്ദേഹത്തിന് നല്ലൊരു പങ്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ 2 ദിവസം മുമ്പ് സാവിത്രി ചേച്ചിയുടെ ഒരു കാര്യം പറയുന്നു. അങ്ങനെ ഓരോരുത്തരും നല്ല നല്ല വ്യക്തികൾ നമ്മുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പറ്റിയിട്ട് ആരെങ്കിലും പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, നമുക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള നേട്ടങ്ങൾ, അതുപോലെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് കെടാമംഗലം സദാനന്ദ മാഷ പരിചയപ്പെടാനും അദ്ദേഹത്തായിട്ട് ഇതിനൊക്കെ എനിക്ക് സാധിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വലിയൊരു കാര്യമാണ്. എൻ്റെ വലിയൊരു അച്ചീവ്മെൻറ്റ്സിലുള്ള ഓരോ കാര്യങ്ങളാണ് അതെല്ലാം. പിന്നെ വളരെ ചെറുപ്പം മുതൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഴിവിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ ഉയർന്നു വരുന്നതോറും നമ്മളെ പറ്റിയിട്ട് പറഞ്ഞു നടക്കാനുള്ള ആൾക്കാർ ഇപ്പം ഇല്ല, കുറച്ച് നാൾ മുമ്പ് വരും. ഇപ്പം ഉണ്ടെങ്കിൽ ആരും മൈൻഡ് ചെയ്യില്ല, ഞങ്ങളെ ശ്രദ്ധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ക്ഷുദ്രജീവികൾ അവരുടെ പ്രവർത്തനം നിർത്തി. അതിനുള്ള കെമിക്കൽസാണ് ന്യൂ ജനറേഷൻ കുട്ടികൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ വക ക്ഷുദ്രജീവികളുടെ പ്രവർത്തനത്തിനെ നിഷ്ഫലമാക്കുന്ന രീതിയിലുള്ള കെമിക്കൽസാണ് ന്യൂ ജനറേഷൻ കുട്ടികൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു മരുന്നാണ്. പോടാ പുല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.